ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനുമായിട്ടാണ്. അപ്പോൾ ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. കുഞ്ഞു വീഡിയോകളായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ പാർട്ട് 1 ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത്. ഒന്ന് ഇലാബറേറ്റ് ക്വസ്റ്റ്യൻ, 2 നോട്ട്സും, മൂന്നാമത്തേത് ഷോർട്ട് ആൻസേഴ്സുമാണ്. ഇലാബറേറ്റ് ക്വസ്റ്റിനകത്ത് 3 ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ സ്ട്രെസ്സർ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്ട്രെസ്സർ, റൈറ്റ് ദ കെയർ പ്ലാൻ ഓൺ സ്ട്രെസ് മാനേജ്മെൻറ്റ്. നോട്ട്സിനകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ നഴ്സിംഗ് പ്രൊഫഷണൽ ആൻഡ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. ഷോർട്ട് ആൻസേഴ്സിനകത്ത് 5 ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ പ്രോഗ്രസീവ് പേഷ്യൻ്റ് കെയർ, ഡിഫൈൻ അക്രഡിറ്റേഷൻ, പ്രോബ്ലംസ് ഓഫ് മെനോപോസൽ വുമൻ, ഡൊമൈൻസ് ഇൻ നഴ്സിംഗ് പ്രാക്ടീസസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയഗ്നോസിസ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ ആദ്യത്തെ പാർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇലാബറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്ട്രെസ്സർ എന്നാണ്. എന്താണ് സ്ട്രെസ്സർ? സ്ട്രെസ്സർ നമുക്ക് എല്ലാവരും നമ്മൾ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ്. സംതിങ് ദാറ്റ് കോസ് എ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഓർ ടെൻഷൻ. എന്തെങ്കിലും നമുക്കൊരു സ്ട്രെയിനോ ടെൻഷനോ തരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്ട്രെസ്സർ എന്ന് വിളിക്കാം. വേറൊരു ഡെഫിനിഷനൂടെ ഉണ്ട്. ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഓർ ആൻ ഇവൻറ്റ് സീൻ ആസ് കോസിങ് സ്ട്രെസ് ടു ആൻ ഓർഗാനിസം. എന്തെങ്കിലും പുറത്തുള്ള ഒരു കാര്യം ഒരു ഓർഗാനിസത്തിന് സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിന് സ്ട്രെസ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്ട്രെസ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് നോർമൽ ലൈഫിൽ സ്ട്രെസ് ജീവിതത്തിൽ തരുന്നത്? ഒന്ന്, ദ ഡെത്ത് ഓഫ് ലവ്ഡ് വൺ. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. പിന്നെ എന്താ, ഡിവോഴ്സ് കാരണം ഉണ്ടാവും. ലോസ് ഓഫ് എ ജോബ്, പ്രെഡിക്റ്റ് ചെയ്യാത്ത സമയത്ത് ജോലി നഷ്ടപ്പെടുമ്പോൾ സ്ട്രെസ് ഉണ്ടാവാം. പിന്നെ ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ, കാശിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ഗെറ്റിംഗ് മാരീഡ് ആൻഡ് മൂവിങ് ടു എ ന്യൂ ഹോം, അത് പെൺകുട്ടികൾക്ക് വളരെ സ്ട്രെസ് കൊടുക്കുന്നൊരു കാര്യമാണ്. പിന്നെ ക്രോണിക് ഇൽനെസ് ഓർ ഇഞ്ചുറി, നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ, പിന്നെ ഒരു ആക്സിഡൻറ്റിൽ വരുന്ന ഒരു ഇഞ്ചുറി ആയാലും ഫിസിക്കലായാലും സൈക്കോളജിക്കലായിട്ടുള്ള ഇഞ്ചുറി എല്ലാം ഇതിനകത്താണ് വരുന്നത്. പിന്നെ ഇമോഷണൽ പ്രോബ്ലംസ്, നമുക്ക് ഇമോഷണൽ പ്രോബ്ലംസിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരും. ഡിപ്രഷൻ, ആൻസൈറ്റി, ആങ്കർ, ഗ്രീഫ്, ഗിൽട്ട്, ലോ സെൽഫ് എസ്റ്റീം, ഇതൊക്കെ ഇമോഷണൽ പ്രോബ്ലംസിനകത്ത് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെയർ പ്ലാൻ ഫോർ സ്ട്രെസ് മാനേജ്മെൻറ്റ്. കെയർ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുമ്പം നമ്മൾ 5 കോളം വരച്ച് കെയർ പ്ലാൻ എഴുതുമല്ലോ. നമ്മൾ GNM നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 5 കമ്പോണൻസ് എന്താണെന്ന് നോക്കാം കെയർ പ്ലാൻ എഴുതുമ്പോൾ. ഒന്ന്, അസസ്മെൻറ്റിനകത്ത് സബ്ജക്റ്റീവ് ഡേറ്റ ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ഡേറ്റ ഉണ്ടാവും. സബ്ജക്റ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് നമ്മളോട് എന്താണോ പറയുന്നത് അതാണ് സബ്ജക്റ്റീവ് ഡേറ്റ. ഒബ്ജക്റ്റീവ് ഡേറ്റ നമ്മൾ കണ്ട് മനസ്സിലാക്കി എഴുതുന്നതാണ്. അടുത്ത കമ്പോണൻറ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. അത് ആക്ച്വൽ പ്രോബ്ലത്തിനെയാണ് നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിസ് ആക്കി എഴുതുന്നത്. പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് സ്ട്രെസ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ പ്ലാനിങ്, റാഷണൽ ഇംപ്ലിമെൻറ്റേഷൻ, എന്തൊക്കെ പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്, അത് എന്തിനാണ് ചെയ്യുന്നത്, പിന്നെ ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് ഇംപ്ലിമെൻറ്റേഷനകത്ത് വരുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസാണ് നമുക്ക് സ്ട്രെസ്സിന് ഉണ്ടാകുന്നതെന്ന് നോക്കാം. സാധാരണ കണ്ടുവരുന്ന പ്രോബ്ലംസ്, ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ഈ റിലേറ്റഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം റിലേറ്റഡ് ടു ടെൻഷൻ ആസ് എവിഡൻസ്ഡ്. നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കി? ഡയഫോറസിസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് സ്വെറ്റിങ്ങിനെയാണ് നമ്മൾ ഡയഫോറസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഫിയർ ആൻഡ് ആൻസൈറ്റി. എന്തുകൊണ്ടാണ്? റിലേറ്റഡ് ടു പ്രോബ്ലം സോൾവിങ് ആസ് എവിഡൻസ്. നമുക്കെങ്ങനെ അത് മനസ്സിലാക്കി? വെർബലൈസേഷനിൽ നമ്മൾ മനസ്സിലായി. അടുത്തത് എന്താ? ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ് ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ. റിലേറ്റഡ് ടു സ്ട്രെസ് ആസ് എവിഡൻസ്ഡ് ബൈ സൺഗൻ ഐസ്. അടുത്തത് എന്താ? ഇംബാലൻസ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. സ്ട്രെസ് ആണെങ്കിൽ ആരും ഫുഡൊന്നും കഴിക്കാറില്ലായിരിക്കും അല്ലേ? അപ്പോൾ ഇംബാലൻസ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ലെസ് ദാൻ ബോഡി റിക്വയർമെൻറ്റ് റിലേറ്റഡ് ടു ഡിക്രീസ്ഡ് ഇൻടേക്ക് ഓഫ് ഫുഡ് ആസ് എവിഡൻസ്ഡ് ബൈ ചെക്കിംഗ് ബോഡി വെയ്റ്റ്. നെക്സ്റ്റ്, നോളജ് ഡെഫിസിറ്റ്. അറിവില്ലായ്മ കൊണ്ടും ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാതെ സ്ട്രെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള പ്ലാനിങ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, അസസ്മെൻറ്റ്. അസസ് ദ ലെവൽ ഓഫ് ടെൻഷൻ, അസസ് ദ നോളജ് ഓഫ് ലെവൽ ഓഫ് ടെൻഷൻ. പിന്നെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും, വെൻറ്റിലേറ്റ് ദ ഫീലിങ്സ് അഡ്വൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊവൈഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. എന്ത് പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുത്താൽ അവരുടെ ടെൻഷൻ ഒരു പരിധിവരെ കുറയ്ക്കാം. പിന്നെ എന്താ, അവരുടെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? മ്യൂസിക് തെറാപ്പി, പിന്നെ ഗെയിംസിലൊക്കെ അവരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവർക്കും 3 കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ ദ ബെസ്റ്റ് ടു ഓൾ. താങ്ക് യു.